ഇത് നമ്മളിപ്പോ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്തേലും വരാത്ത ആലോചിക്കരുത്, അപ്പൊ തന്നെ പെട്ടെന്ന് വന്നു. അതായത് കഴിഞ്ഞ ദിവസം റസ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് 9 മുസ്ലിം ഓർഗനൈസേഷൻസിന്റെ ഒരു ടീമായിരിക്കുന്ന റസ അക്കാഡമി പറഞ്ഞു, ഈ ചൈനയിൽ നിന്ന് വന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള കോവിഡ് വാക്സിന്റെ അകത്ത് പന്നിയുടെ ഫാറ്റ് ഉണ്ട്, അതായത് പോർക്ക് ഫാറ്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മളത് എടുക്കൂല എന്ന് ഒരു വിഭാഗം പറഞ്ഞു. മറ്റൊരു വിഭാഗത്ത് അപ്പൊ തന്നെ പശുവിന്റെ ബ്ലഡിന്റെ അമേരിക്കയിൽ നിന്ന് വരുന്ന ഇതിന്റെ അകത്ത് അത് എടുക്കില്ല എന്ന് മറ്റൊരു ചെറിയൊരു വിഭാഗം പറഞ്ഞു. അപ്പോ അങ്ങനെ പിന്നെ ചിലവര് പറഞ്ഞു ഈ വാക്സിന് ആണ് പെണ്ണാവാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെയുള്ള കുറെ സാധ്യതകള് ചില തരത്തിലുള്ള കിംവദന്തികൾ അങ്ങനെ വരുന്നു. ചിലര് വന്ധ്യത ഉണ്ടാക്കുന്നുണ്ട്, സ്ഥിരം പല്ലവികൾ വന്ധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളത്. പിന്നെ മെർക്കുറി ഉണ്ട്, ഉപ്പുണ്ട്, കർപ്പൂരുണ്ട്, കുരുമുളകുണ്ട്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറെ ആരോപണങ്ങൾ അല്ലെങ്കിൽ കുറെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറെ കിംവദന്തികൾ പരക്കുന്നുണ്ട്. ശരിക്കും ഒരു വാക്സിനുള്ളിൽ എന്തൊക്കെയാ ഉണ്ടാവുക അത് പറയാന്ന് വിചാരിച്ചു. എന്തൊക്കെയാണ് ഒരു വാക്സിന്റെ അകത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സാധനം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വാക്സിന്റെ അകത്ത് ഉണ്ടാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു വാക്സിനകത്ത് 7 ഘടകങ്ങൾ ഉണ്ടാവാം, 7 കമ്പോണൻസ് ഉണ്ടാവാം, 7 ഇൻഗ്രീഡിയൻസ് ഉണ്ടാവാം. അപ്പൊ അത് എല്ലാറ്റിലും ഉണ്ടാവാന്ന് പറയുന്നത് എല്ലാറ്റിലും ഉണ്ടാവണമെന്നില്ല, ചില ഇൻഗ്രീഡിയൻസ് കുറവായിരിക്കും. എന്തൊക്കെയാണ് ഒരു വാക്സിന്റെ അകത്തുള്ള കമ്പോണൻസ് എന്തൊക്കെയാണ്? ആദ്യമായിട്ടുള്ള കമ്പോണന്റ് പ്രധാനമായിട്ടുള്ളത് അതിന്റെ ആക്റ്റീവ് കമ്പോണന്റ്. ഈ ആക്റ്റീവ് കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല രീതിയിലാവാം. ഒരു ഉദാഹരണം ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, എന്തിനാണ് നമ്മൾ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കേണ്ട സാധനത്തിനെയാണ് നമ്മൾ ഇതിന്റെ ആക്റ്റീവ് കമ്പോണന്റ് എന്ന് വിളിക്കുക. അത് 2 രീതിയിലാവാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു വൈറസിന്റെ അല്ലെങ്കിൽ ഒരു പത്തോജന്റെ പല ഘടകങ്ങളിൽ അതിൽ ചില ഭാഗങ്ങൾ, ആ പത്തോജന്റെ ചില ഭാഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡി റെസ്പോൺസ് ഉണ്ടാക്കും. ആ ഭാഗത്തെയാണ് നമ്മൾ ആന്റിജൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ COVID-19 കാര്യം പറയുകയാണെങ്കിൽ അതിൽ സ്പെസിഫിക് ആന്റിജൻ എന്ന് പറയുന്നത് ഈ സ്പൈക്ക് പ്രോട്ടീൻ ആണ്. അപ്പൊ മിക്കവാറും വാക്സിനുകൾ ലക്ഷ്യം വെക്കുന്നത് ഈ സ്പൈക്ക് പ്രോട്ടീന് അതിന്റെ സമാനമായിട്ടുള്ള സാധനം ശരീരത്തിൽ ഉണ്ടാവുക അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസ് ഉണ്ടാവുക എന്നുള്ളത്. അത് 2 രീതിയിലാവാം. ഒന്നെങ്കിൽ ഇതിന് സമാനമായിട്ടുള്ള സാധനങ്ങൾ ഇഞ്ചക്ട് ചെയ്യുകയും അതിന് വീര്യം കുറഞ്ഞ സാധനങ്ങൾ ഇഞ്ചക്ട് ചെയ്യുകയും അതിനെതിരെ റെസ്പോൺസ് ശരീരത്തിൽ ഉണ്ടാക്കുകയോ, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കേണ്ടതിന്റെ ബ്ലൂ പ്രിന്റ്, അതായത് mRNA എന്നുള്ള കൊടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ കൊണ്ട് ഇത് ഉണ്ടാക്കിപ്പിക്കുക. അതാണ് നമ്മൾ mRNA വാക്സിൻ, ഈ ഫൈസർ വാക്സിനും മൊഡേണ വാക്സിനൊക്കെ ചെയ്യുന്നത് ആ പ്രവർത്തനമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ആന്റിജൻ തന്നെ കുത്തിവെക്കുക, അല്ലെങ്കിൽ ആന്റിജൻ ഉണ്ടാക്കാനുള്ള ബ്ലൂ പ്രിന്റ് നമ്മളുടെ സെല്ലിന് കൊടുത്ത് നമ്മളുടെ സെല്ലിനോട് ആന്റിജൻ ഉണ്ടാക്കാൻ വേണ്ടി പറയുക. അങ്ങനെ 2 രീതിയിലാണ് വരിക പ്രധാനമായിട്ടും. അപ്പൊ അതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം, അതായത് ആന്റിജൻ അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കേണ്ട ആക്റ്റീവ് കമ്പോണന്റ്. ഇനി അതല്ലാതെ വേറെ എന്തൊക്കെയുണ്ട്? അതല്ലാതെ 6 ഘടകങ്ങളുണ്ട്. ഈ ഫസ്റ്റ് ആന്റിജൻ നമ്മൾ പറഞ്ഞു, ആന്റിജൻ ആണ് ആദ്യത്തെ ഇത് പറഞ്ഞ ആന്റിജന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഉള്ളത് പ്രിസർവേറ്റീവ്സും. പ്രിസർവേറ്റീവ്സ് പറഞ്ഞു കഴിഞ്ഞാല് എന്തിനാണ് ഈ പ്രിസർവേറ്റീവ്സ് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ വായിൽ തുറന്നു കഴിഞ്ഞാൽ അത് കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് പ്രിസർവേറ്റീവ്സ് ഉള്ളത്. പല പ്രിസർവേറ്റീവ്സ് ഉണ്ട്. ആ പ്രിസർവേറ്റീവ്സ് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാറുണ്ട് പ്രിസർവേറ്റീവ്സ്. എല്ലാവരും പ്രിസർവേറ്റീവ്സ് എന്നത് തെറ്റായ വാക്കൊന്നല്ല. അപ്പൊ അതിന് ഓർഗാനിക് കെമിക്കൽ കോമ്പൗണ്ട്, ഉദാഹരണം പറഞ്ഞാൽ 2-ഫീനോക്സി എത്തനോൾ, അത് വൺ ഓഫ് ദ ഇതാണ് പ്രിസർവേറ്റീവ് ആണ്, വാക്സിനിൽ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ് ആണ്. അതുപോലെ പല ഘടകങ്ങൾ, പല പ്രിസർവേറ്റീവ്സ് ഉണ്ട്. അത് അനവധി നിരീക്ഷണ പരീക്ഷണങ്ങളും കൂടെ ഡെവലപ്പ് ചെയ്ത പ്രിസർവേറ്റീവ് ആണ്. പ്രിസർവേറ്റീവ് വേണം, അതില്ലെങ്കിൽ അത് കണ്ടാമിനേറ്റഡ് ആയി പോകും. അതാണ് പ്രിസർവേറ്റീവ്സ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസേഴ്സ്. സ്റ്റെബിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സാധനം. ഇപ്പോൾ വിവാദമായിരിക്കുന്ന ജലാറ്റിനൊക്കെ വരുന്ന ഇവിടെയാണ്. സ്റ്റെബിലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ വാക്സിന്റെ അകത്തുള്ള കമ്പോണൻസിന് കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്ന കാര്യമാണ് സ്റ്റെബിലൈസേഴ്സ്. അത് ആൽബുമിൻ ആവാം, അല്ലെങ്കിൽ ജലാറ്റിൻ ആവാം, അങ്ങനത്തെ കുറെ സാധനമുണ്ട്. ഈ ജലാറ്റിനാണ് ഈ പോർക്ക് ജലാറ്റിനെ കുറിച്ചൊരു വിവാദം വന്നത്. അത് ഞാനത് അതിലേക്ക് കടക്കാം. ആദ്യം ഈ കമ്പോണൻസ് എന്ന് പറഞ്ഞോട്ടെ. മൂന്നാമത്തെ കാര്യമാണ് സർഫക്റ്റൻസ് ഉള്ളത്. സർഫക്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ട് കാണുമല്ലോ, നമ്മുടെ ഈ ലങ്സിന്റെ അകത്ത് നമ്മൾ ലങ്സ് കൊളാപ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി ലങ്സിന്റെ ആൽവിയോളി എന്ന് പറയുന്ന നമ്മുടെ ലങ്സിന്റെ ശ്വാസം എയർ അകത്തോട്ട് കയറി വീർക്കുന്ന സാധനമില്ലേ, അത് കൊളാപ്സ് ഇരിക്കുന്ന എന്തുകൊണ്ടാണ് അതിന്റെ അകത്ത് സർഫക്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് അത് പിടിച്ചു നിർത്തുന്നു. അതെന്താ പറയുക വെച്ചാൽ അങ്ങനെയാണ് അതിന്റെ ഒരു സ്വഭാവം. അങ്ങനെ അപ്പൊ സർഫക്റ്റൻസ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള സാധനങ്ങൾ ഇങ്ങനെ ക്ലോഗ് ചെയ്ത് താഴോട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് സർഫക്റ്റൻസ്. അത് നമ്മുടെ ഐസ്ക്രീമിലും കുറെ കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ദൈനംദിനമായി ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ സർഫക്റ്റൻസ് പോലുള്ള സാധനങ്ങൾ. അപ്പൊ അതാണ് സർഫക്റ്റൻസ്. മൂന്നാമത്തെ കാര്യം ഇതിന് 1, 2, 3, 4, 5 കാര്യം റെസിഡ്യൂവൽസ്. റെസിഡ്യൂവൽസ് പറഞ്ഞു കഴിഞ്ഞാല്
ഇപ്പൊ റെസിഡ്യൂൽസിന്റെ റോൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ വാക്സിന്റെ അകത്ത് റോളില്ല. പക്ഷെ ഈ വാക്സിൻ ഡെവലപ്മെന്റ് സമയത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ റെസിഡ്യൂൽസിന്റെ ആവശ്യം ഉണ്ടായിട്ടുണ്ടാവും. അതാണ് പിന്നെ ഈ റെസിഡ്യൂൽസ് ആയി ഉണ്ടാവുക. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ എഗ് പ്രോട്ടീന്, ആന്റിബയോട്ടിക്സ്, ഈസ്റ്റ് എന്നുള്ള സാധനങ്ങളൊക്കെ ഈ വാക്സിൻ ഡെവലപ്മെന്റ് പല ഘട്ടത്തിലുണ്ടാവും. പക്ഷെ അത് വളരെ ചെറിയ തോതിൽ ചിലപ്പോൾ വാക്സിന്റെ ഫൈനൽ വാക്സിന്റെ അകത്ത് ബാക്കിയാവും. അത് വളരെ ചെറിയ തോതിൽ പാർട്സ് പെർ ബില്യൺ, അതായത് ഒരു ബില്യൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഒരു പാർട്ടൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക. ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? കോടിയല്ലേ? അല്ല, 100 മില്യൺ. അപ്പൊ 100 മില്യൺ അതാണ് ഇതിന്റെ കണക്ക്. ഇപ്പൊ 10 കോടി അല്ല, 1 ബില്യൺ. ഓക്കെ, 1 ബില്യൺ 10 കോടിയാണ് 100 കോടിയാണ്? അത് സംശയം ഉണ്ട് കേട്ടോ, അത് നോക്കണം, മാത്സിൽ വീക്കാണ്. അപ്പം പാർട്സ് പെർ ബില്യൺ ഒക്കെയാണ് അതിനകത്ത് കണക്കുണ്ടാവുക. ഇനി എന്താ ഇതല്ലാതെ ഉണ്ടാവുക ഡൈലുവെന്റ്. ഡൈലുവെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെറൈൽ വാട്ടർ, മിക്കവാറും കേസിന്റെ അകത്ത് സ്റ്റെറൈൽ വാട്ടർ ആണ് ഡൈലുവെന്റ് ആയിട്ട് ഉപയോഗിക്കുക. പിന്നെ ഉള്ളത് അഡ്ജുവൻസ് എന്ന സാധനം ഉണ്ടാവാം. അഡ്ജുവൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിന്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ചില സാധനങ്ങൾ ആഡ് ചെയ്യാറുണ്ട്. വാക്സിന്റെ, എല്ലാ വാക്സിന്റെ അല്ല കേട്ടോ, ആ വാക്സിന്റെ അഡ്ജുവൻ എന്ന് പറയും. അഡ്ജുവൻസ്, അതിന് ഇമ്മ്യൂൺ റെസ്പോൺസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി. അത് ഉദാഹരണം ചിലപ്പോൾ ആഡ് ചെയ്യുന്നത് ഞാൻ കേട്ടിരിക്കുന്നത് അലുമിനിയത്തിന്റെ സോൾട്സ്, അതായത് അലുമിനിയം ഹൈഡ്രോക്സൈഡ്, അലുമിനിയം ഫോസ്ഫേറ്റ്, പൊട്ടാഷ്യം അലുമിനിയം ഫോസ്ഫേറ്റ്, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെയാണ് ഇതിന്റെ ഈ പൊട്ടാഷ്യം അലുമിനിയം അലുമിനിയം ഫോസ്ഫേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാഷ്യം അലുമിനിയം ഹൈഡ്രോക്സൈഡ്, ഇങ്ങനെ സാധനങ്ങളൊക്കെയാണ് മിക്കവാറും ഉപയോഗിക്കാറുണ്ട്. അപ്പം അതൊന്നും ശരീരത്തിന് യാതൊരു ദ്രോഹവും ഉണ്ടാക്കുന്നില്ല. അങ്ങനത്തെ അതാണ് അതിന്റെ അഡ്ജുവൻസ്, അതായത് വാക്സിന്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധനമാണ്. ഇനി നമ്മളുടെ വില്ലനിലേക്ക് വരാം, അതായത് സ്റ്റെബിലൈസേഴ്സിന്റെ അകത്തുള്ള ഒരു സാധനം. പലതരം സ്റ്റെബിലൈസേഴ്സിൽ ഒരു സ്റ്റെബിലൈസേഴ്സ് ആണ് ജെലാറ്റിൻ സ്റ്റെബിലൈസർ. ജെലാറ്റിൻ എന്ന് പറഞ്ഞാൽ, ഇത് ജെലാറ്റിൻ കേൾക്കുന്ന സമയത്ത് ജെലാറ്റിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അനവധിയായിട്ട് കഴിഞ്ഞ വർഷം ഞാൻ നോക്കിയപ്പോൾ 6,20,000 ടൺ ജെലാറ്റിനാണ് നമ്മുടെ കമ്പോളത്തിലൂടെ പല രീതിയിൽ പോയിട്ടുള്ളത്. അത് നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ ഉണ്ടാവാം, നമ്മുടെ ക്യാൻറ്റീൻ ഉണ്ടാവാം, ഐസ്ക്രീമിൽ ഉണ്ടാവാം, മാർഷ്മെലോസിൽ ഉണ്ടാവാം. നമ്മൾ പല ജെലാറ്റിൻ എന്ന സാധനം പൊതുവെ ഉപയോഗിക്കുന്നത്. ഈ ജെലാറ്റിൻ മിക്കവാറും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പോർക്കുന്നോ അല്ലെങ്കിൽ കാറ്റിൽസിനോ ഉണ്ടാക്കുന്നത്. അത് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ പോർക്ക് ജെലാറ്റിൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എന്തോ പന്നിയുടെ ഭാഗമാണ് എന്നല്ല കാണേണ്ടത്. പോർക്ക് ജെലാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനവധി ലെവൽ ഓഫ് പ്യൂരിഫിക്കേഷന് ശേഷം അതിന്റെ കുറെ ബ്രേക്ക് ഡൗൺ, പെപ്റ്റൈഡ് ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഈ പോർക്ക് ജെലാറ്റിൻ ഉണ്ടാവുന്നത്. ആ പോർക്ക് ജെലാറ്റിൻ പോർക്കാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പോർക്ക് ജെലാറ്റിൻ കഴിക്കുമ്പോൾ പോർക്കിനെയാണ് കഴിക്കുന്നത് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രോസസ്സിലൂടെ പോയി എത്തുന്നത്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാല്, നമ്മളിപ്പോ ഒരു മാവിന്റെ താഴെ ഒരാൾ പോയി മൂത്രമൊഴിക്കുന്നു വെച്ചോ, ഒരു സിമ്പിൾ ആൾക്കാർക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. ഇനി അതിന് മാങ്ങയായിട്ട് വരുന്ന സമയത്ത് ഇത് ഇയാളുടെ മൂത്രമാണ് എന്ന് പറയുന്ന എത്രത്തോളം മണ്ടത്തരമാണോ അത്രത്തോളം മണ്ടത്തരമാണ് പോർക്ക് ജെലാറ്റിനും പോർക്കും തമ്മിൽ ബന്ധപ്പെടുന്നത്. പ്രത്യേകിച്ച് വാക്സിന്റെ അകത്തുള്ള പോർക്ക് ജെലാറ്റിനും ഈ പോർക്കും തമ്മിൽ ബന്ധപ്പെടുന്നത്, ഒരാളൊരു മാവിൻ ചോട്ടിൽ പോയി മൂത്രമൊഴിച്ച് കഴിഞ്ഞ ശേഷം അവിടെ ഉണ്ടാവുന്ന മാങ്ങ അയാളുടെ മൂത്രമാണ് പറയുന്നത് എത്രത്തോളം മണ്ടത്തരമാണോ അത്രത്തോളം മണ്ടത്തരമാണ് ഈ പോർക്കും ജെലാറ്റിനും തമ്മിൽ ബന്ധപ്പെടുന്ന കാര്യം. എന്ന് വെച്ചാൽ ഇതിന്റെ അനവധി പ്യൂരിഫിക്കേഷന് കുറെ പ്രോസസ്സും വഴി അതിന്റെ ഘടകങ്ങൾ എടുത്ത് കുറെ വിഘടിച്ചതിന് ശേഷമാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്, അതിന് കുറെ കെമിക്കൽ ട്രീറ്റ്മെന്റിന് ശേഷം. അതുകൊണ്ട് അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഫത്വ കൗൺസിൽ ഓഫ് യു എയുടെ ഫത്വ കൗൺസിൽ വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞു ഈ വാക്സിന് എടുക്കാം, അതായത് അഥവാ പോർക്ക് ജെലാറ്റിൻ ഉണ്ടെങ്കിൽ പോലും എടുക്കാം. എന്തുകൊണ്ടാണ് യു എ കൗൺസിൽ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള വാക്സിൻ, അതായത് ഓക്സ്ഫോർഡ് വാക്സിൻ ആയി കഴിഞ്ഞാലും ആസ്ട്രാസെനിക്ക വാക്സിൻ ആയി കഴിഞ്ഞാലും ഫൈസർ വാക്സിൻ ആയി കഴിഞ്ഞാലും അതിലൊന്നും പോർക്കില്ല എന്ന് അതിന്റെ സ്പോക്സ് പേഴ്സൺ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ആക്ഷേപവും ഇല്ല. പക്ഷെ നമ്മൾ മാധ്യമങ്ങളിൽ വരുമ്പോൾ ഇതിലെല്ലാറ്റിലും എന്തോ പോർക്കുള്ള പോലെയാണ് ഉള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ജെലാറ്റിൻ എന്ന് പറയുന്ന സാധനം പോർക്ക് ജെലാറ്റിൻ ആണെന്ന് പറയപ്പെടുന്ന സാധനം പോലും, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു പോർക്ക് ജെലാറ്റിൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂത്രം ഒഴിച്ചിട്ട് മാങ്ങ മൂത്രമാണെന്ന് പറയുന്ന അത്രത്തോളം മണ്ടത്തരമാണ് പോർക്ക് ജെലാറ്റിന്റെ അകത്ത് പോർക്ക് എന്ന് പറയുന്നത്. എന്നിട്ടാണെങ്കിൽ പോലും ആ സാധനം പോലും ഉള്ളത് ചൈനീസ് വാക്സിന്റെ അകത്താണ് ആക്ഷേപിച്ചിരിക്കുന്നത്. നമ്മൾ ചൈനീസ് വാക്സിൻ അല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ചൈനീസ് വാക്സിൻ ഉപയോഗിച്ച ഒരു സ്ഥലമാണ് UAE. ആ UAEയുടെ ഫത്വ കൗൺസിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അത് ഉപയോഗിക്കാം എന്നും പറഞ്ഞു. അത് മാത്രമല്ല, അത് പ്രത്യേകം പറഞ്ഞു ഇത് ഒരു മെഡിസിൻ ആണ്, ഫുഡ് അല്ല. ഇപ്പൊ ഓൾറെഡി നമ്മുടെ മെഡിസിനിലൊക്കെ മിക്കവാറും ജെലാറ്റിൻ ഉപയോഗിക്കുന്ന കാര്യം ഫുഡിൽ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നുമുണ്ട്. ഇനി അതുപോലെ എവിടെയാണ് ഈ ചൈനീസ് വാക്സിൻ ഉപയോഗിക്കുന്നുള്ളത്? ഒന്ന് ഒന്ന് UAE, മറ്റേത് ഇന്തോനേഷ്യ. ഇവിടെയൊക്കെ മുസ്ലിം പോപ്പുലേഷൻ വളരെ കൂടുതലുള്ള സ്ഥലങ്ങളാണ്, അവിടെയാണ് കൃത്യമായിട്ടുള്ളത്.
എന്നാലും നമ്മുടെ നാട്ടിലെ റസ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വിദഗ്ധമായ രീതിയിൽ ഇവിടുത്തെ ഈ മെയിൻ റിലീജിയസ് ലീഡേഴ്സ് കുറച്ച് ആൾക്കാർ, മെയിൻ എന്നല്ല കുറച്ച് റിലീജിയസ് ലീഡേഴ്സ് എന്ന് പറയാണ് ഈ വാക്സിന്റെ അകത്ത് പോർക്കിന്റെ ജലാറ്റി. എത്രത്തോളം മണ്ടത്തരമാണ് ഈ പറയുന്നത്? എന്താണ് അതിലൊരു ലോജിക് ഉള്ളത്? ചുമ്മാ എന്തെങ്കിലും അങ്ങ് തട്ടി വിടുകയാണല്ലോ. ഇത് ഇത്തരം വിഡിത്തങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഇന്തോനേഷ്യയിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു 2018 റുബല്ല വാക്സിൻ വന്നപ്പോ. അപ്പൊ അവര് പറഞ്ഞ് ഇതില് പോർക്ക് ഉണ്ട്, പോർക്ക് ജലാറ്റിൻ ഉണ്ട്. ഇത് ശരിയാണ്, പോർക്ക് ജലാറ്റിൻ ഉണ്ടായിരുന്നു റുബല്ല വാക്സിനകത്ത്. പിന്നെ അവർ കൃത്യമായിട്ട് അതിന് പറഞ്ഞു, കുറച്ചാണെങ്കിൽ പറഞ്ഞു കുഴപ്പമില്ല അത് ഉപയോഗിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ സംഭവിച്ചെന്താ അറിയോ? ഒരു കുറച്ച് പോപ്പുലേഷൻ കുട്ടികളില് ഈ റുബല്ല വാക്സിൻ കിട്ടാതെ പോയി. ഇനി അവർക്കുണ്ടാകുന്ന കുട്ടികൾ, അതായത് റുബല്ല അവർക്ക് വരുന്നത് ഇതിന്റെ സമയത്താണെങ്കിൽ, അവരെ പ്രഗ്നൻസിന്റെ സമയത്താണെങ്കിൽ അവർ കഞ്ചനിറ്റൽ റുബല്ല സിൻഡ്രോം എന്നുള്ള കുട്ടികൾക്ക് റുബല്ല ഉണ്ടാവാനുള്ള കുട്ടികളുടെ ജന്മന ജനിക്കുന്ന കുട്ടികളുടെ കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കഞ്ചനിറ്റൽ റുബല്ല സിൻഡ്രോം, അതായത് കാഴ്ചശക്തിയും കേൾവി ശക്തിയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാവും. അത് ഏതാണ്? കുറച്ച് ആൾക്കാരിരുന്ന് കുറച്ച് മണ്ടത്തരം കുറച്ച് സമയത്തേക്ക് പറഞ്ഞത് അവരെന്നെ പിൻവലിച്ചു. റുബല്ല വാക്സിനകത്ത് പോർക്ക് ജലാറ്റിൻ ഉപയോഗിച്ചിരുന്നു എന്നതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും സാധനങ്ങൾക്കകത്ത് ഉപയോഗിക്കുന്നുണ്ട്. മിക്കവാറും മരുന്നുകൾക്കകത്തും മിക്കവാറും ഭക്ഷണ സാധനത്തിൽ ഉപയോഗിക്കുന്ന ഈ സാധനം അന്ന് 2018 ഇന്തോനേഷ്യയിലെ ഉലമാ കൗൺസിൽ പറഞ്ഞപ്പം കുറച്ച് നാളത്തേക്ക് അവരതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അന്ന് ഉണ്ടാക്കിയ ഡാമേജ് തന്നെ കുറെ അധികം കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് കണക്കുകൾ പറയുന്നത്. പക്ഷെ അവരതിൽ പിന്മാറി. അവർ ഇപ്രാവശ്യം COVID-19 വാക്സിൻ വന്നപ്പം ചൈനീസ് വാക്സിൻ, അതായത് പോർക്ക് ജലാറ്റിനുള്ള വാക്സിൻ ആണ് അവർ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ അത് ഉപയോഗിക്കുന്നില്ല, എന്നിട്ട് കൂടി പ്രശ്നം ഉണ്ടാക്കുകയാണ് ഒരാൾക്ക്. ഇത്തരം വിഡിത്തങ്ങൾ വിളമ്പുമ്പോഴുള്ള കുഴപ്പം എന്താണെന്നറിയോ? ഇത് ഒന്ന്, ഇത്തരം ആളുകൾക്ക് ബോധപൂർവ്വം ഇതിന്റെ അകത്തുനിന്ന് കുറെ ആളുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ടും മരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സബ്ജക്ട് ചെയ്യപ്പെടുന്നു. അവർക്ക് രോഗമുണ്ടാവാനുള്ള അവസരമാണ് നിങ്ങൾ വാക്സിൻ നിഷേധിക്കുന്നതിലൂടെ ഉണ്ടാവുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഇതുണ്ടാക്കിയിട്ട് ഒരു സമൂഹത്തെയും സമുദായത്തെയും വല്ലാതെ ഇതെന്തോ ആന്റി ഇതായിട്ട് നിൽക്കുന്നു എന്ന രീതിയിലും അവർ രോഗം പടർത്താൻ നിൽക്കുന്ന രീതിയിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നല്ല. ആ രീതിയിലേക്ക് എന്തിനാണ് വിവരം കേട്ട ഉലമാ കൗൺസിൽ ഇത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ പറയുന്ന തിങ് ലൈക്ക് ദാറ്റ്. അറിയാത്ത വിഷയത്തെ കുറിച്ച് ആധികാരികമായി തള്ളാൻ പാടില്ല. റസ അക്കാഡമി ചെയ്ത അതൊരു വലിയ തെറ്റുണ്ട്. അത് ആ പണ്ഡിതന്മാരെന്ന് പറയുന്നവരും അത് തിരുത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അവരെ പാണ്ഡിത്യമുള്ള വിഷയത്തിൽ മാത്രം അവർ ഇതുള്ള വളരെ വിനയപുരസരം റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ നിലവിലുള്ള നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വാക്സിനുകളിൽ ഒന്നും തന്നെ ഈ പറഞ്ഞ സാധനം ഇല്ല, ഈ പോർക്ക് ജലാറ്റിൻ ഇല്ല. അഥവാ പോർക്ക് ജലാറ്റിൻ ഉണ്ടെങ്കിൽ പോലും യാതൊരു കുഴപ്പമില്ല. അതാണ് UAE ഫത്വ കൗൺസിലും പറഞ്ഞത്, പിന്നെ ഇന്തോനേഷ്യയിലെ ഇതുവരും പറഞ്ഞത്. അത് മാത്രമല്ല, അത് നമ്മുടെ എല്ലാ ദൈനംദിനമായി ഉപയോഗിക്കുന്ന സാധനങ്ങളിലൊക്കെ ഉള്ളതാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അത് ജലാറ്റിനും പോർക്ക് ജലാറ്റിനും പോർക്കും തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം ലെറ്റ് സ്റ്റിക്ക് ഓൺ ടു ദ ബേസിക്സ് ഓഫ് സയൻസ്. ശാസ്ത്രം മനസ്സിലാക്കി മാത്രമേ പെരുമാറാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. വളരെ കൂടുതൽ നിരീക്ഷണ പരീക്ഷണം കൂടിയാണ് വാക്സിൻസ് വരുന്നത്. അതിൻ്റെ അകത്ത് അനാവശ്യമായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ദയവ് ചെയ്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ആളുകൾക്ക് ഉണ്ടാക്കാനുള്ള ഒരു പരിസ്ഥിതി ഭാഗമാവരുത്. കാരണം നമ്മുടെ വിഷയം അറിയാതെ ഒരു കാര്യങ്ങളിലേക്ക് പറയാൻ നിൽക്കുക കഴിഞ്ഞാൽ, അറിയാത്ത വിഷയത്തെക്കുറിച്ച് ഈ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്ന വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മരണങ്ങളും അവർക്ക് തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവണം എന്നുള്ളത് മാത്രം പറയാണ്. So let's keep breaking the chain. ശാസ്ത്രത്തെ അവലംബിക്കുക. Thank you very much.